ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഡിയോ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ടാണ് വണ്ടി വന്നേക്കണേ. നിലവിൽ സെൽഫും വർക്കുള്ള കിക്കർ അടിച്ചിട്ടും വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. കിക്കർ സ്റ്റക്കായേക്കാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഈ ഒരു സെൽഫിൻ്റെ സ്വിച്ച് കംപ്ലൈൻറ്റ് ഉണ്ട്. പ്ലാസ്റ്റിക് ടൈപ്പ് സ്വിച്ചാണ്. സ്വിച്ച് നമുക്കൊന്ന് മാറ്റിയിടണം. പിന്നെ നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ 2023 ബാറ്ററി കിട്ടും. അപ്പോൾ ഞാൻ ബാറ്ററിയും കൂടി ഒന്ന് കൂട്ടത്തിൽ ചെക്ക് ചെയ്തുകൊണ്ട് നമുക്കതിൻ്റെ വോൾട്ട്, അതായത് കുറേ എനിക്ക് തോന്നുന്നു വോൾട്ട് 11.5 വോൾട്ടാണ് കാണിക്കണുള്ളൂ. അപ്പോൾ നമ്മൾ ബാറ്ററി ഒന്ന് അയച്ചിട്ടൊന്ന് ഫുൾ ചാർജ് ചെയ്ത് നോക്കണം ബാറ്ററിയുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത്. ഇപ്പോൾ നിലവിൽ സ്വിച്ച് മാറ്റിയിട്ട് കഴിഞ്ഞപ്പോൾ സെൽഫ് വർക്കിംഗ് ആയി. പക്ഷേ മോട്ടർ അത്രയും കൂടെ സ്മൂത്തായിട്ടല്ല, നല്ല പവർഫുള്ളായിട്ടല്ല വർക്ക് ചെയ്യണേ. അപ്പോൾ ജസ്റ്റ് ബാറ്ററി ഒന്ന് അയച്ച് ഫുൾ ചാർജിലേക്ക് ഒന്ന് ഇടണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു താമസം വരും. ഏകദേശം നമുക്കൊരു 3 മണി 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് എടുക്കാൻ പറ്റുള്ളൂ ബാറ്ററി ചാർജിൽ ഇടുമ്പോൾ. അതിന് ശേഷം നമുക്ക് സെൽഫ് അടിക്കുമ്പോൾ ബാറ്ററിയുടെ വോൾട്ട്, ബാറ്ററി എത്ര വോൾട്ട് താഴേക്ക് പോകണമെന്നുള്ള ദിവസം നോക്കണം. ബാറ്ററിയുടെ കംപ്ലയിൻറ്റും കൂടി ഉണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട്. നിലവിൽ കാണിച്ച കംപ്ലയിൻറ്റ് സെൽഫ് സ്വിച്ചിൻ്റെ ആണെങ്കിലും ബാറ്ററിക്ക് വോൾട്ട് അത്ര കുറവുള്ളത് കൊണ്ട് നമ്മളിപ്പോൾ സെൽഫ് സ്വിച്ച് മാറ്റി റെഡി ആക്കിയാലും വണ്ടി എടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കും. കാരണം ബാറ്ററി ഇപ്പോൾ ഓൾറെഡി ലോ ആണ്. ഇനി നമ്മളത് 11.5 വോൾട്ടുള്ളൂ. നമ്മൾ ലോഡ് കൊടുക്കുമ്പോഴത്തേക്കും താഴേക്ക് പോകുന്നുണ്ട്. 5.95 വന്നുണ്ട്. ഈ 8.5 വോൾട്ടിൽ താഴേക്ക് വന്ന ബാറ്ററി കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ ശരിക്കും സ്വാഭാവികമായിട്ട് അത് ഫുൾ ചാർജ് ചെയ്തിട്ട് വേണം നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞതിൻ്റെ കേസിട്ട്. ബാറ്ററിയുടെ കണ്ടീഷൻ, ബാറ്ററിയുടെ ലൈഫ് നമുക്ക് ചാർജിലിട്ടതിന് ശേഷമാണ് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സെൽഫ് സ്വിച്ച് മാറ്റി മോട്ടോർ വർക്കിംഗ് ആക്കിയിട്ടുണ്ട്. പിന്നെ കിക്കർ അടിച്ചിട്ട് താഴാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ നമുക്ക് സ്കൂട്ടർ മോഡൽ വണ്ടിയുടെയൊക്കെ സെക്കൻഡറി ഓപ്ഷനാണ് കിക്കർ എന്ന് പറഞ്ഞത്. അതായത് സെൽഫ് സ്റ്റാർട്ടായില്ല, നമുക്ക് വല്ലപ്പോഴേക്കൊക്കെ ഒരു അത്യാവശ്യം എമർജൻസിക്കൊക്കെ നമ്മൾ സ്റ്റെപ്പിനേക്ക് ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാൻ പറ്റിയൊരു പാർട്ടാണ് ഈ കിക്കർ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇവിടെ ഒരു സ്റ്റോപ്പർ വരുന്നുണ്ട് ഈ സൈഡിൽ. ഇവിടെ ആ വീല് വന്ന് സ്റ്റോപ്പാണ് ഭാഗം. അത് കയറിയിട്ട് അതിൻ്റെ ടീത്തിന് കംപ്ലയിൻറ്റ് വന്നിട്ട് അത് കയറി ആ വീലുമ്മ സ്റ്റക്കായി പോയി. അതായത് ഈ കിക്കറിൻ്റെ ഈ വീലുമ്മ കയറി സ്റ്റക്കായതാണ് കിക്കർ അടിച്ചിട്ട് താഴാൻ ബുദ്ധിമുട്ട് കാണിച്ചിട്ടോ. അത് നമ്മൾ വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ കൊടുത്തതൊന്ന് വെൽഡ് ചെയ്തിട്ട് പൊക്കണം. അതിന് ശേഷം നമുക്ക് റീസെറ്റ് ചെയ്ത് ആ ഭാഗം വേറെ പ്രോബ്ലം ഒന്നും കാണിക്കില്ല. അതായ രീതിയിൽ ഉപയോഗിക്കുക. സാധാരണ അങ്ങനെ വരുന്ന സമയത്ത് കിക്കർ വീലും കൂടി പൊട്ടിപ്പോവാറുണ്ട്. നിലവിലെ വീലിന് കംപ്ലയിൻറ്റ് വന്നിട്ടില്ല, ആ റാച്ചറ്റിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമുക്കൊന്ന് വെൽഡ് ചെയ്ത് റെഡിയാക്കി എടുക്കാവുന്നുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ വാട്സാപ്പിൽ ഇട്ടേക്കാം. നമുക്കിപ്പോൾ ബാറ്ററി ഒന്ന് ചാർജ് ചെയ്ത് ഇടണം, ഇതൊക്കെ ഒന്ന് വെൽഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ബാറ്ററി ചാർജ് ഉള്ളത് കൊണ്ട് നമുക്ക് ഏകദേശം ഒരു 3 മണിക്ക് ശേഷമൊക്കെ വണ്ടി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ.